സ്റ്റാർ രാജൻ ക്രിയേഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്, ഇന്നത്തെ വിഷയം 1000 സബ്സ്ക്രൈബ് എങ്ങനെ നേടാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട്. ഈ 1000 സബ് നേടാൻ വേണ്ടി നമ്മൾ ഒത്തിരി വീഡിയോകൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് സത്യസന്ധമായിട്ട് ഞാൻ എങ്ങനെ നേടി എന്നുള്ളതാണ് 1000 സബ്. ഏതായാലും 4000 വാച്ച് ടൈമിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല. കാരണം 4000 വാച്ച് ടൈം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ 1000 സബ് എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറയാം. അത് സത്യസന്ധമായിട്ടോ ഞാൻ പറയുന്നത്, അതിലൊരു മാറ്റവുമില്ല. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഞാൻ യൂട്യൂബിൽ വന്നിട്ട് ഒരു 3 വർഷമായിട്ടോ. യൂട്യൂബ് ഞാൻ ആദ്യമായിട്ട് ചാനൽ തുടങ്ങിയിട്ട് 3 വർഷമായി. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് കണ്ണി കണ്ട കണ്ടൻറ്റ് ഏതെങ്കിലുമൊക്കെ എടുത്തിട്ട് യൂട്യൂബിൽ എങ്ങനെയെങ്കിലും 1000 സബും 4000 വാച്ച് ടൈം നേടാം. അപ്പോൾ നമുക്ക് ഒരുപാട് യൂട്യൂബിൽ നിന്നൊക്കെ നമുക്ക് വരുമാനം കിട്ടും എന്ന വിശ്വാസത്തിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അങ്ങനെ ഒരു അടുപ്പിച്ച് കുറേ വീഡിയോകളൊക്കെ ഇട്ടു. ഞാൻ തന്നെ എന്താണ് ഇടുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഏതെങ്കിലും കണ്ടൻറ്റ് എടുക്കുമ്പോൾ അങ്ങ് ഇടും. അപ്പോൾ അന്നൊന്നും എനിക്ക് അതിൻ്റെ അകത്ത് സബ്ബൊന്നും കൂടുതൽ കയറി വന്നില്ല. അപ്പോൾ സബ് കയറി വന്നിരുന്നപ്പോൾ ഞാൻ വീഡിയോ നിർത്തി. പിന്നെ ഒരു 1.5 വർഷം കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്ക്, നമ്മൾ വീഡിയോയിൽ പോയി നന്നാക്കുന്ന ജോലി, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വീഡിയോ ഇടാമെന്ന് കരുതി 1.5 വർഷം കഴിഞ്ഞ് വീണ്ടും ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടു. അപ്പോൾ കുറച്ച് അത് കയറി വന്നു. അങ്ങനെയാണ് എനിക്ക് 1000 സബ് കിട്ടിയത്. അത് കഴിഞ്ഞ് ഞാൻ എന്നും വീഡിയോ ചെയ്യുന്നില്ല കേട്ടോ. എന്നും വീഡിയോ ചെയ്യുന്നില്ല. തിങ്കളാഴ്ച ദിവസം ഒരു ദിവസം മാത്രം വീഡിയോയ്ക്ക് മാറ്റി വയ്ക്കും. കാരണം യൂട്യൂബിന് വേണ്ടി മാത്രം ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമല്ല. നമ്മുടെ വർക്ക് കഴിഞ്ഞ് ഈ തിങ്കളാഴ്ച സമയം കിട്ടുന്ന സമയത്ത് മാത്രമേ ഞാൻ വീഡിയോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആഴ്ച ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സബ് ഇങ്ങനെ കയറി ഇപ്പോൾ 1000-ന് മുകളിൽ സബ് എത്തി. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാൻ, അപ്പോൾ എന്നും കണ്ടൻറ്റ് ചെയ്യണം ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്നും കണ്ടൻറ്റ് ചെയ്ത് ഇട്ടുകൊണ്ടിരുന്നാൽ ചിലപ്പം 1000 സബ് കിട്ടും എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അത് തെറ്റാണ്. നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ്റ് അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കണ്ടൻറ്റ് കൊടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് 1000 സബ് നമുക്ക് നേടാൻ സാധിക്കും. പിന്നെ 1000 സബ് എങ്ങനെ നേടാം എന്ന് പറഞ്ഞ് നമ്മൾ ഒത്തിരി വീഡിയോ കാണും. പക്ഷെ എന്ത് ചെയ്തിട്ടും നമുക്ക് 1000 സബ് കിട്ടത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ്റ് നല്ലതാണെങ്കിൽ 1000 സബ് പെട്ടെന്ന് കയറി വരും. അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എപ്പോഴും നമ്മൾ വീഡിയോ ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ പരസ്പരം സബ് ചെയ്യാതിരിക്കുക. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. കാരണം നമ്മൾ ആദ്യമൊക്കെ ഞാൻ 1.5 വർഷം മുമ്പൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഒത്തിരി പേർക്ക് ഷെയർ ചെയ്യും. അവർ എനിക്ക് സബ് തരും, ഞാൻ തിരിച്ച് സബ് കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് ഒട്ടും സബ്സ്ക്രൈബ് കയറിയില്ല. അപ്പം നിങ്ങൾ ഇതുപോലെ ശ്രമിക്കുക. മറ്റുള്ളവരുടെ കണ്ടൻറ്റ് എടുത്ത് ഇടാതെ നിങ്ങളുടെ സ്വന്തം കണ്ടൻറ്റ് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചാൽ നമ്മുടെ ചാനൽ കാണാനും ഒത്തിരി പേര് വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും വാച്ച് ടൈമിനെ കുറിച്ച് ഞാൻ ഇടുന്നില്ല. കാരണം എനിക്ക് 4000 വാച്ച് ടൈം കിട്ടിയിട്ടില്ല, കിട്ടാൻ പോകുന്നു എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ വാച്ച് ടൈം കിട്ടിക്കഴിയുമ്പോൾ അത് എങ്ങനെയാണ് കിട്ടിയത് എന്ന് പറഞ്ഞ് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത തിങ്കളാഴ്ച പുതിയ വീഡിയോ ആയിട്ട് എൻ്റെ ഫാമിലിയിലേക്ക് ഞാൻ വരുന്നതാണ്. ബൈ.